നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇപ്പോഴും അരിക്കും പച്ചക്കറിക്കും തുടങ്ങി സകലമാന സാധനങ്ങൾക്കും മലയാളികളുടെ വയറ് നിറയണമെങ്കിൽ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ്. പലപ്പോഴും പുറത്തുനിന്ന് വരുന്ന സാധനങ്ങളിൽ വിഷമടിക്കുന്നതടക്കം ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും കേരളത്തിലെ തമിഴ്നാട് ആന്ധ്ര ലോബികളെ ആശ്രയിക്കുകയല്ലാതെ വേറെ വഴിയില്ലാതെ ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് പരമാവധി മുതലെടുത്ത് നമ്മളെ പതിയെ പതിയെ കൊന്നുകൊണ്ടിരിക്കുകയാണ് ഈ അന്യ സംസ്ഥാനങ്ങളും. ഇപ്പോൾ രാസവസ്തു ഉപയോഗിച്ച് വറ്റൽമുളക് സംസ്ഥാനത്ത് വ്യാപകമാവുകയാണ്. തിരൂർ, കോട്ടയ്ക്കൽ, മഞ്ചേരി, പെരിന്തൽമണ്ണ, വളാഞ്ചേരി എന്നീ സ്ഥലങ്ങളിലാണ് രാസവസ്തു ഉപയോഗിച്ച വറ്റൽമുളക് കൂടുതലായും വിൽപ്പന നടത്തുന്നത്. രാസവസ്തു ഉപയോഗിച്ച വറ്റൽമുളക് 1 കിലോയ്ക്ക് 90 രൂപയാണ് വില. എന്നാൽ നല്ല വറ്റൽമുളക് 1 കിലോയ്ക്ക് 180ഉം 200 രൂപയുമാണ് വരുന്നത്. റംസാൻ പ്രമാണിച്ച് തമിഴ്നാട്ടിൽ നിന്നും ലോറിയിൽ കയറ്റിക്കൊണ്ട് ഓരോ ടൗണുകളിലും തൊഴിലാളികളെ വെച്ച് വിൽപ്പന നടത്തുകയാണ്. രാസവസ്തു മുളക് 1 കിലോയ്ക്ക് 90 രൂപയാണ് വില വരുന്നത്. പലചരക്ക് വ്യാപാരികൾ കടയിൽ നല്ല ഇനം വറ്റൽമുളക് 200 രൂപയ്ക്കാണ് വിൽപ്പന നടത്തുന്നതെന്നാണ് പറയുന്നത്. തമിഴ്നാട് ലോബിയാണ് ഇതിന്റെ പിന്നിൽ. തമിഴ്നാട്ടിൽ നിന്നും 100 കണക്കിന് ലോഡുകളാണ് കേരളത്തിലേക്ക് കടത്തുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വടകര, തലശ്ശേരി എന്നിവിടങ്ങളിൽ നിന്നും ഭക്ഷ്യവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ഇത്തരം ലോഡുകൾ പിടികൂടിയിരുന്നു. പരിശോധന നടത്തിയപ്പോൾ വൻതോതിൽ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ പിടിപെടാൻ കാരണമാകുന്ന മായങ്ങൾ ചേർത്തിയാണ് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതെന്നും കണ്ടെത്തിയിരുന്നു. കോയമ്പത്തൂർ ഭാഗങ്ങളിൽ നിന്നാണ് ഇത്തരത്തിൽ രാസവസ്തു ഉപയോഗിച്ച് വറ്റൽമുളക് ഇറങ്ങുന്നത്. എന്നാൽ ഈ വ്യാജ വറ്റൽമുളക് തിരിച്ചറിഞ്ഞ ചില വ്യാപാരികൾ നല്ല ഇല മുളകാണ് കടയിൽ വിൽപ്പന നടത്തുന്നത്. വ്യാജ വറ്റൽമുളക് വ്യാപകമായി ഇറങ്ങുന്നതിനാൽ ജില്ലയിൽ ഭക്ഷ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തണമെന്ന് പലചരക്ക് വ്യാപാരികൾ പറഞ്ഞു. കൂടാതെ ചൂട് കൂടിയതോടെ കുറയേണ്ട ഇറച്ചിക്കോഴി വില മാനത്തെത്തിയിരിക്കുകയാണ്. 140 മുതൽ 145 രൂപയ്ക്കാണ് ഇപ്പോൾ കോഴി വിൽപ്പന. അതേസമയം ചൂടിൽ കോഴി കർഷകർ വലയുകയാണ്. സാധാരണ കോഴി വില കുറയേണ്ട സമയത്താണ് തമിഴ്നാട് ലോബി വില കൂട്ടുന്നത്. കോട്ടയം ജില്ലയിലെ കോഴി കർഷകർക്കാവട്ടെ കൂടിയ വിലയുടെ പ്രയോജനവും കിട്ടുന്നില്ല. ചൂടുകാലത്ത് കോഴി കഴിക്കുന്നവരുടെ എണ്ണം കുറയാറാണ് പതിവ്. ഡിമാൻഡ് കുറയുമ്പോൾ വിലയും കുറയും. എന്നാൽ തമിഴ്നാട് ലോബി പതിവിന് വിപരീതമായി വില കൂട്ടി. സാധാരണ ഈ സമയത്ത് 100-ൽ താഴേക്ക് വില കുറയാറുണ്ട്. അതേസമയം നോമ്പ് തുടങ്ങുമ്പോൾ വില കുറയുമെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. മണ്ഡലകാലം മുന്നിൽ കണ്ട് തമിഴ്നാട്ടിലെ വൻകിട ഫാമുകൾ ഉൽപാദനം കുറച്ചപ്പോൾ കേരളത്തിലെ ഫാമുകൾ ഇക്കാര്യം ശ്രദ്ധിച്ചില്ല. കേരളത്തിൽ ഉൽപാദനം കൂടുമ്പോൾ വില കുറയ്ക്കുമെന്ന തന്ത്രം തമിഴ്നാട് ലോബി പ്രയോഗിച്ചു. 1 കിലോയ്ക്ക് 30 രൂപയിലധികം നഷ്ടത്തിലാണ് കോഴികളെ ഇടനിലക്കാർക്ക് വിറ്റത്. 3000 കോഴികളുള്ള ഇടത്തര ഫാമുകൾ പോലും 2 ലക്ഷത്തിന് മുകളിൽ നഷ്ടമുണ്ടായി. കോഴിക്കുഞ്ഞിന്റെ വില, തീറ്റ, മരുന്ന്, പരിചരണ ചിലവ് എന്നിവ പ്രകാരം 1 കിലോ കോഴി ഉൽപ്പാദിപ്പിക്കാൻ 90 മുതൽ 100 രൂപ കേരളത്തിൽ ചിലവാകും. ലഭിച്ചത് 1 കിലോയ്ക്ക് 63 രൂപ മാത്രം. ക്രിസ്മസ്, പുതുവത്സര സീസൺ ലക്ഷ്യമിട്ട് കേരളത്തിലേക്കുള്ള ബ്രോയിലർ കോഴിക്കുഞ്ഞുങ്ങളുടെ വിലയും കുത്തനെ കൂട്ടിയതോടെ ഈ സീസണിൽ നഷ്ടം നികത്താമെന്ന കേരളത്തിലെ കോഴി കർഷകരുടെ കണക്കുകൂട്ടലും നടന്നില്ല.